അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചന്ദ്രയുടെ കൂട്ടുകാരിയാണ് ഡെയ്സി ഒരു കേസിനെ സംബന്ധിച്ച് ചന്ദ്രയെ കാണാൻ വരികയാണ്. അതേസമയം ചന്ദ്ര വിജയശങ്കറിനെ കുറിച്ചിട്ട് വാദോരാതെ സംസാരിക്കുകയാണ്. വിജയേട്ടനെ എടുത്ത ഏത് കേസും അതൊരിക്കലും തോറ്റുപോയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് വിജയനെ അങ്ങനെ ഒരുപാട് പുകഴ്ത്തുകയാണ് കേട്ടോ. അതിനുശേഷം ചന്ദ്രയും ഡെയ്സിയും കൂടിയിട്ട് വിജയശങ്കറിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ്. ആ സമയത്ത് തന്നെ അർച്ചനയുടെ ഓഫീസിലേക്ക് പോവുകയാണ്. അർച്ചനയുടെ ഓഫീസിൽ പോയിട്ട് അവിടെ വസുവേ ഉണ്ടാകുള്ളൂ കേട്ടോ. വസുവിൻ്റെ അടുത്ത് അർച്ചനയെ കുറിച്ചിട്ട് ഇങ്ങനെ മോശമായിട്ട് പറയുകയാണ്. ഇവള് കേസില്ല വക്കീലാണ് എന്നെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ട് തർക്കിക്കുകയാണ് കേട്ടോ. ഡെയ്സിയുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതേസമയം വസു അങ്ങോട്ട് നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ടാണ് അർച്ചന അങ്ങോട്ടേക്ക് വരുന്നത്. അർച്ചന തക്കതായ മറുപടി കൊടുക്കുകയാണ്. അതിനുശേഷം ചന്ദ്രയും ഡെയ്സിയും കൂടി വിജയശങ്കറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അതേസമയം കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം വിജയശങ്കർ പറയുകയാണ്, ഇന്ന് എന്തായാലും ശരി, ആദ്യത്തെ കേസാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. എല്ലാ കേസുകളും എന്താണെന്നറിയില്ല, അർച്ചനയുടെ അടുത്തേക്കാണ് പോകുന്നത് എല്ലാ കേസുകളും എന്നിങ്ങനെ പറയുകയാണ്. വിജയശങ്കറിൻ്റെ ആ വർത്തമാനം കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ. കാരണം ചന്ദ്ര ഡെയ്സിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നീട് അവർ കേസിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം വീണ്ടും ചന്ദ്രയും ഡെയ്സിയും കൂടിയിട്ട് അർച്ചനയുടെ അവിടേക്ക് വരികയാണ് കേട്ടോ. അർച്ചനയെ കണ്ടതും തന്നെ ആകെ മൊത്തം കലിതുള്ളി ഇരിക്കുകയാണ് ചന്ദ്ര കേട്ടോ. ഇങ്ങനെ സംസാരിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഇവിടെ നിന്നിട്ട് നീ കലിതുള്ളിയിട്ട് സംസാരിക്കണ്ട, കാരണം നിൻ്റെ ഭർത്താവിൻ്റെ ഓഫീസിൽ പോയിട്ട് സംസാരിക്കുക, അല്ലാതെ ഇവിടെ നിന്ന് സംസാരിച്ച് പറഞ്ഞാൽ നിൻ്റെ ചെകിടടിച്ച് ഞാൻ പുറത്താക്കും എന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയണം. അതുകൂടെ കേട്ടപ്പോഴേക്കും ഡെയ്സി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. കാരണം വിജയശങ്കരെക്കുറിച്ച് പൊക്കി പറഞ്ഞ ചന്ദ്ര ഒന്നും ആവാതെ അർച്ചനയുടെ മുമ്പിൽ നിന്ന് തരം താണ് പോകുന്നത് ഡെയ്സി കാണുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ വീണ്ടും ചന്ദ്ര നാണം കെട്ട് പോവുകയാണ്. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.